BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനുകൃഷ്ണ. തിരക്കേറിയ ആലുവ പറവൂർ റോഡിൽ ജല അതോറിറ്റിയുടെ കുടിവെള്ള പൈപ്പ് ലൈൻ തകരാറിലാകുന്നത് പതിവാകുന്നു. മറിയപ്പടിയിൽ വ്യാഴാഴ്ച പൈപ്പ് ലൈൻ തകർന്നത് അറ്റകുറ്റപ്പണി നടത്തി വെള്ള വിതരണം പുനഃസ്ഥാപിച്ചതിന് പിന്നാലെയാണ്. ശനിയാഴ്ച രാവിലെ ഈ റൂട്ടിൽ 3 പൈപ്പ് ലൈൻ പൊട്ടി വെള്ളം പാഴായി. തട്ടാമ്പടി, ഷാപ്പുംപടി, മന്ദം 11 kV സബ്സ്റ്റേഷന് സമീപം മന്ദം കവല എന്നിവിടങ്ങളിലാണ് പുതുതായി പൊട്ടിയത്. ഇതിനു പുറമെ മന്നം അപ്പേ ബസ് സ്റ്റോപ്പിന് സമീപം പൈപ്പ് ലൈൻ പൊട്ടി വെള്ളം പാഴാകാൻ തുടങ്ങിയിട്ടും നാളേറെയായി. ഇതിന് പരിഹാരം ഉണ്ടായിട്ടില്ല. ചൊവ്വരയിൽ നിന്ന് പറവൂർ നഗരസഭാ പ്രദേശങ്ങളിലേക്ക് വെള്ളമെത്തുന്ന 5.5 അടി താഴ്ചയിലുള്ള 700 ചതുരശ്ര അടി വിസ്തീർണമുള്ള കാസ്റ്റ് അയൺ പൈപ്പ് ലൈനാണ് പൊട്ടിയത്. പൈപ്പ് തകർന്നതോടെ റോഡിലേക്കും സമീപത്തെ കാനയിലേക്കും കുടിവെള്ളം ഒഴുകി പോവുകയാണ്. അതേസമയം ജല അതോറിറ്റി പറവൂർ സബ് ഡിവിഷൻ പരിധിയിൽ പഴയ പൈപ്പുകൾ പൊട്ടി കുടിവെള്ളം പാഴാകുന്നത് തടയാൻ ശാശ്വത പരിഹാരമായില്ല. ഇപ്പോൾ അടിക്കടി പല സ്ഥലത്തും പൈപ്പുകൾ പൊട്ടുന്നതും കുടിവെള്ള വിതരണം മുടങ്ങുന്നതും ഗതാഗത തടസ്സം നേരിടുന്നതും പതിവായിട്ടുണ്ട്. പഴയ പൈപ്പുകൾ മാറ്റി സ്ഥാപിക്കാൻ കോടികളുടെ പദ്ധതികളാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. ചില പദ്ധതികൾക്ക് പണം അനുവദിച്ചിട്ടുണ്ടെങ്കിലും നടപടികൾ മുന്നോട്ടു നീങ്ങുന്നില്ല. അതേസമയം പൊട്ടുന്ന പൈപ്പുകൾ അറ്റകുറ്റപ്പണി നടത്തി പൂർവ്വസ്ഥിതിയിലാക്കാൻ ലക്ഷങ്ങളാണ് ചെലവഴിക്കുന്നത്. വർഷങ്ങളായി തുടരുന്ന ഈ ഇടപാടിലാണ് ചിലർക്ക് താൽപര്യം. ഇതേക്കുറിച്ച് അന്വേഷണം വേണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട്. പൈപ്പ് പൊട്ടിയ സ്ഥലത്ത് അറ്റകുറ്റപ്പണി നടത്തി ടൈൽ വിരിച്ച് ശരിയാക്കിയ ഇടത്ത് വീണ്ടും പൈപ്പ് പൊട്ടുന്നതും പതിവായിരിക്കുകയാണ്. തിരക്കേറിയ ആലുവ പറവൂർ റോഡിൽ മന്നം കവലയ്ക്ക് പടിഞ്ഞാറ് വശം പൈപ്പ് പൊട്ടിയത് അറ്റകുറ്റപ്പണി നടത്തി പൂർവ്വസ്ഥിതിയിലാക്കിയെങ്കിലും വീണ്ടും പൊട്ടി. ഇവിടെ കഴിഞ്ഞ മാസം വീണ്ടും അറ്റകുറ്റപ്പണി നടത്തി ടൈൽ വിരിച്ചെങ്കിലും വീണ്ടും പൈപ്പ് പൊട്ടി വെള്ളം പാഴാക്കുകയാണ്. റോഡും തകർന്ന നിലയിലാണ്. എറണാകുളം ജില്ലയിലെ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ അതിർത്തി നിർണയവുമായി ബന്ധപ്പെട്ട അശാസ്ത്രീയത പതിറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും പരിഹരിക്കാതെ സർക്കാർ. നിലവിൽ ജില്ലയിൽ 14 ബ്ലോക്ക് പഞ്ചായത്തുകളാണുള്ളത്. ഇതിൽ ഇടപ്പള്ളി, പള്ളുരുത്തി, മൂവാറ്റുപുഴ, കോതമംഗലം അടക്കമുള്ള ബ്ലോക്കുകളാണ് പഞ്ചായത്തുകളുടെ അശാസ്ത്രീയമായ കൂട്ടിച്ചേർക്കൽ മൂലം ജനങ്ങളെ വലയ്ക്കുന്നത്. സംസ്ഥാനത്ത് തദ്ദേശ സ്ഥാപനങ്ങളിലെ വാർഡ് നിർണയം കഴിഞ്ഞ ദിവസം പൂർത്തിയായിരുന്നു. ഇതോടെ ഇക്കുറിയും ജില്ലയിലെ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ അതിർത്തി നിർണയത്തിലുള്ള അശാസ്ത്രീയത പരിഹാരമായില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. പള്ളുരുത്തിയും ജില്ലയിൽ ഏറ്റവും അശാസ്ത്രീയമായി ഗ്രാമപഞ്ചായത്തുകൾ കൂട്ടിച്ചേർത്തിരിക്കുന്നത് ഇടപ്പള്ളി ബ്ലോക്കിലാണ്. എളങ്കുന്നപ്പുഴ, കടമക്കുടി, ചേരാനല്ലൂർ, മുളവുകാട് പഞ്ചായത്തുകളാണ് ബ്ലോക്കിന്റെ അതിരുകളിൽ വരുന്നത്. ഈ പഞ്ചായത്തുകൾ പലതും ദ്വീപ് സമൂഹങ്ങളിലായതിനാൽ വിവിധ ആവശ്യങ്ങൾക്കായി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലെത്തുന്നവരാണ് ദുരിതത്തിലാകുന്നത്. എളങ്കുന്നപ്പുഴയിൽ നിന്ന് ബ്ലോക്ക് ആസ്ഥാനമായ കാക്കനാട് എത്തണമെങ്കിൽ 3 ബസ് കയറണം. 20 കിലോമീറ്ററാണ് ദൂരമുള്ളപ്പോൾ തന്നെ ഇതിന് മണിക്കൂറുകൾ എടുക്കും. ഇത് തന്നെയാണ് കടമക്കുടി, ചേരാനല്ലൂർ, മുളവുകാട് പഞ്ചായത്ത് പരിധികളിൽ നിന്നും ബ്ലോക്ക് ആസ്ഥാനത്തെത്തേണ്ടവരുടെ അവസ്ഥ. നേരത്തെ മരടം, തൃക്കാക്കരയും പഞ്ചായത്തുകളായിരുന്ന കാലത്താണ് കാക്കനാട്, ഇടപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് വന്നത്. എന്നാൽ ഇവ രണ്ടും നഗരസഭകളായിട്ട് വർഷങ്ങളേറെയായി. ചെല്ലാനം, കുമ്പളം, കുമ്പളങ്ങി തുടങ്ങി 3 പഞ്ചായത്തുകളാണ് പള്ളുരുത്തി ബ്ലോക്ക് പരിധിയിലുള്ളത്. എളങ്കുന്നപ്പുഴ വൈപ്പിൻ ബ്ലോക്കിലേക്കും ഇടപ്പള്ളി ബ്ലോക്കിലെ മറ്റ് പഞ്ചായത്തുകൾ പള്ളുരുത്തിയിലേക്കും കൂട്ടിച്ചേർത്താൽ ദുരിതത്തിന് പരിഹാരമാകുമെന്നാണ് ചൂണ്ടിക്കാട്ടിയിരുന്നത്. ഈ രീതിയിൽ ചില ഇടപെടലുകൾ നടന്നെങ്കിലും പിന്നീട് അത് നിലച്ചു. ജില്ലയിൽ ഏറ്റവും കൂടുതൽ പഞ്ചായത്തുകൾ വരുന്നത് കോതമംഗലം ബ്ലോക്ക് പരിധിയിലാണ്, 10 എണ്ണം. തൊട്ടു പിന്നാലെ 8 വീതവുമായി മൂവാറ്റുപുഴയും അങ്കമാലിയുമുണ്ട്. അതിർത്തികൾ പുനർനിർണയിക്കുമ്പോൾ ഇല്ലാതാകുന്ന ഇടപ്പള്ളിക്ക് പകരമായി പോത്താനിക്കാട് ആസ്ഥാനമായി പുതിയ ബ്ലോക്ക് പഞ്ചായത്ത് രൂപവൽക്കരിക്കണമെന്ന ആവശ്യം ഏറെ നാളായി നിലനിൽക്കുന്നുണ്ട്. കോവിഡാനന്തര കാലഘട്ടത്തിൽ ജീവിതശൈലി രോഗങ്ങളുള്ളവർക്ക് സന്തുലിതമായ ആരോഗ്യ പരിപാലനത്തിന് ആലുവയ്ക്കടുത്ത് തോട്ടക്കാട്ടുകര ജംഗ്ഷനിൽ ഹീൽ ലൈഫ് തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഫിസിയോതെറാപ്പി, സൈക്കോളജി, ആയുർവേദ ചികിത്സകൾക്കായി 8089011722 ബന്ധപ്പെടാവുന്നതാണ്. അങ്കമാലി പാറക്കടവ് പഞ്ചായത്തിലെ പുളിയനത്ത് യുവദമ്പതികളെ വീടിനകത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി. ഭർത്താവിനെ തൂങ്ങി മരിച്ച നിലയിലും ഭാര്യയെ പൊള്ളലേറ്റ് മരിച്ച നിലയിലുമാണ് കണ്ടെത്തിയത്. ഇവരുടെ 6ഉം 11 വയസ്സുള്ള മക്കൾക്കും പൊള്ളലേറ്റു. ഒരാളുടെ നില അതീവ ഗുരുതരമാണ്. പാറക്കടവ് പുളിയനം മില്ലുംപടി ഭാഗത്ത് വെളിയത്ത് വീട്ടിൽ ശശിയുടെ മകൻ സനൽ, ഭാര്യ സുമി എന്നിവരാണ് മരിച്ചത്. ഇവരുടെ മക്കളായ അശ്വത്, ആസ്തിക് എന്നിവർക്കാണ് പൊള്ളലേറ്റത്. ശരീരമാസകലം പൊള്ളലേറ്റ ആസ്തിക്കിന്റെ നില ഗുരുതരമായതിനാൽ എറണാകുളം മെഡിക്കൽ സെന്റർ ആശുപത്രിയിലെ
തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു. ശനിയാഴ്ച പുലർച്ചെ രാത്രി 12:30ഓടെയാണ് നാടിനെ നടുക്കിയ സംഭവം. സാമ്പത്തിക ബാധ്യതയും കുടുംബ വഴക്കുമാണ് ആത്മഹത്യയ്ക്ക് ഇടയാക്കിയതെന്നാണ് പോലീസ് നൽകുന്ന സൂചന. സനൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതോടെ സുമി പാചകവാതക സിലിണ്ടർ തുറന്നിട്ട് തീ കൊടുക്കുകയായിരുന്നുവെന്നാണ് രക്ഷപ്പെട്ട മൂത്ത മകൻ അശ്വതിന്റെ മൊഴിയിൽ നിന്നുള്ള സൂചന. ഇടവഴിയോരത്തെ ചെറിയ ഓടുമേഞ്ഞ വീട്ടിലാണ് ഇവർ താമസിച്ചിരുന്നത്. അർദ്ധരാത്രി കുട്ടികളുടെ കരച്ചിൽ കേട്ട് ഓടിയെത്തിയ അയൽവാസി സിജോയാണ് വാതിൽ ചവിട്ടി തുറന്നത്. മുൻവശത്തെ ഹാളിൽ സനലിനെ തൂങ്ങി മരിച്ച നിലയിലും തൊട്ടടുത്ത മുറിയിലെ കട്ടിലിൽ സുമിയുടെ കത്തിക്കരിഞ്ഞ മൃതദേഹവും കണ്ടെത്തുകയായിരുന്നു. വാതിൽ തുറന്നതോടെയാണ് കുട്ടികൾ പുറത്തേക്ക് കടന്നത്. അശ്വത്തിന്റെ മുഖത്തും കൈക്കും നിസാര പൊള്ളലേറ്റു. ഗാഠനിദ്രയിലായിരുന്ന ആഷ്തിക്കിന് ശരീരമാകെ തീ പടർന്ന് അവശനിലയിലായിരുന്നു. കുട്ടികളെ സിജോയുടെ കാറിലാണ് ആശുപത്രിയിൽ എത്തിച്ചത്. സംഭവം അറിഞ്ഞ് പാഞ്ഞെത്തിയ സമീപവാസികൾ വെള്ളം പമ്പ് ചെയ്തും ചാക്കുകൾ നനച്ചും രക്ഷാപ്രവർത്തനത്തിലേർപ്പെട്ടു. അങ്കമാലി അഗ്നിരക്ഷാസേനയെത്തി 3/4 മണിക്കൂറോളം സാഹസിക തീവ്രശ്രമം നടത്തിയാണ് തീ പൂർണ്ണമായി അണച്ചത്. സനലും സുമിയും വർഷങ്ങളായി അങ്കമാലി തുറവൂർ കവരയിൽ വാടക കെട്ടിടത്തിൽ അക്ഷയ കേന്ദ്രം നടത്തിവരികയാണ്. കുട്ടികൾ കാലടി ആശ്രമം സ്കൂളിൽ 6ഉം 1ഉം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. സനലും സുമിയും രാവിലെ മക്കളോടൊപ്പം അക്ഷയ കേന്ദ്രത്തിലേക്ക് പോയാൽ രാത്രിയാണ് കുട്ടികളോടൊപ്പം മടങ്ങിയെത്തുന്നത്. അതിനാൽ നാട്ടുകാരുമായോ സമീപവാസികളുമായോ കൂടുതൽ അടുപ്പം ഉണ്ടായിരുന്നില്ല. സനലിന്റെയും സുമിയുടെയും കുടുംബങ്ങൾ തമ്മിൽ അകന്നാണ് കഴിഞ്ഞിരുന്നത്. ഇരുവർക്കും കനത്ത സാമ്പത്തിക ബാധ്യതയുണ്ടായിരുന്നു. സ്വത്ത് സംബന്ധമായി വീട്ടുകാർ തമ്മിൽ നിരന്തരം വഴക്കിലായിരുന്നുവെന്നാണ് പോലീസ് നൽകുന്ന സൂചന. വീടിനകത്ത് നിന്ന് സാമ്പത്തിക ബാധ്യത സ്വത്ത് തർക്കങ്ങളും വിശദമാക്കുന്ന 13ഓളം പേജുള്ള കത്ത് പോലീസിന് ലഭിച്ചു. വിഷം കലർത്തിയ ഐസ്ക്രീമും മുറിയിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. അങ്കമാലി പ്രദേശത്തെ കലാവിദ്യാർത്ഥികൾക്ക് സുവർണ അവസരം. ലോക പ്രശസ്ത കലാവിദ്യാലയമായ കൊച്ചിൻ കലാഭവന്റെ അങ്കമാലി ഫ്രാഞ്ചൈസി കരയാമ്പറമ്പിനടുത്ത് എളവൂർ കവലയിലുള്ള സ്പ്രിംഗ്ഫീൽഡ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, കർണാട്ടിക് മ്യൂസിക്, സൂംബ ഡാൻസ് എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസുകൾ നയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9995208614.